ഹായ് ഫ്രണ്ട്സ്, അക്കൗണ്ടിംഗ് ബേസിക്സിൻ്റെ മൂന്നാം ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവർക്ക് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടൊരു ലിങ്ക് ഉപയോഗിച്ചോ വീഡിയോസ് കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സൈക്കിൾ എന്ന ടോപ്പിക്കാണ്. ആദ്യമായി എന്താണ് അക്കൗണ്ടിംഗ് സൈക്കിൾ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അക്കൗണ്ടിംഗ് സൈക്കിൾ എന്നത് ഡിസ്കസ് ചെയ്ത് നമുക്ക് തുടങ്ങാം. അക്കൗണ്ടിംഗ് സൈക്കിൾ എന്നുള്ളതിൻ്റെ മീനിങ് നമുക്ക് ഇങ്ങനെ പറയാം. അക്കൗണ്ടിംഗ് സൈക്കിൾ ഈസ് എ ടേം that describes a series of steps taken in each accounting period for the collection, processing and reporting financial transactions. അതായത് ഒരു ബിസിനസ്സിൽ ഓരോ അക്കൗണ്ടിംഗ് പീരീഡിൽ നടക്കുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ കളക്ട് ചെയ്ത് അവയെ അക്കൗണ്ടിംഗ് പ്രോസസ്സിന് വിധേയമാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബിസിനസ്സിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റെപ്സുകളെയും ഇൻക്ലൂഡ് ചെയ്ത് കളക്റ്റീവായിക്കൊണ്ട് നമ്മൾ പറയുന്ന പേരാണ് അക്കൗണ്ടിംഗ് സൈക്കിൾ. ഇവിടെ അക്കൗണ്ടിംഗ് സൈക്കിൾ എന്ന ടേം നമ്മൾ യൂസ് ചെയ്യാൻ കാരണം ഓരോ അക്കൗണ്ടിംഗ് പീരീഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ട് അതുവരെ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് ഇതേ ഓർഡറിൽ നമ്മൾ കണ്ടിന്യൂസ് ആയി ഫോളോ ചെയ്യുന്നു. അതുകൊണ്ടാണ് അക്കൗണ്ടിംഗ് സൈക്കിൾ എന്ന ടേം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് അക്കൗണ്ടിംഗ് സൈക്കിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റെപ്സ് അത് നമുക്ക് നോക്കാം. പ്രധാനമായി 8 സ്റ്റെപ്പുകളാണ് അക്കൗണ്ടിംഗ് സൈക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്, ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്, അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്, ക്ലോസിംഗ് എൻട്രീസ് ആൻഡ് ഫൈനലി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതാണ് അക്കൗണ്ടിംഗ് സൈക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റെപ്സ്. ഇനി ഓരോ സ്റ്റെപ്സും എന്താണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യാം. ആദ്യമായി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ്സിൽ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒന്നിലേക്ക് ക്യാഷ് പേയ്മെൻറ്റ് വൗച്ചറോ അല്ലെങ്കിൽ ക്യാഷ് റെസിപ്റ്റ് വൗച്ചറോ അതുപോലുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിൽ പ്രോപ്പറായി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. ഉദാഹരണമായി നമ്മുടെ ബിസിനസ്സിൽ നിന്നും ബിൽഡിംഗ് റെൻറ്റ് പേ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ പേയ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റായി നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് വൗച്ചർ പ്രിപ്പയർ ചെയ്യുകയും ആരാണോ നമ്മുടെ കയ്യിൽ നിന്നും ആ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് അവരെ കൊണ്ട് ആ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്ത് വാങ്ങാറുമുണ്ട്. ഇതിനെയാണ് നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് സൈക്കിളിലെ അടുത്ത സ്റ്റെപ്പായി നമ്മൾ പരിചയപ്പെടുന്നത് ജേണൽ എന്നുള്ളതാണ്. ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് വൗച്ചേഴ്സിൽ നാം റെക്കോർഡ് ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസിനെയും ക്രോണോളജിക്കലി അല്ലെങ്കിൽ ഡേറ്റ് വൈസ് ആയി ജേണലിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണമായി കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ വൗച്ചറിൽ എൻ്റർ ചെയ്ത റെൻറ്റ് പേയ്മെൻറ്റ് എന്ന ട്രാൻസാക്ഷനെ നമുക്ക് ഈ കാണുന്ന രീതിയിൽ ജേണലിൽ റെക്കോർഡ് ചെയ്യാം. അക്കൗണ്ടിംഗ് സൈക്കിളിലെ അടുത്ത സ്റ്റെപ്പായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെഡ്ജർ എന്നുള്ളതാണ്. ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്ത എല്ലാ എൻട്രീസും അവയുടെ ക്രോണോളജിക്കൽ ഓർഡറിൽ അതുമായി ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണമായി ജേണൽ എന്ന സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ഈ ജേണൽ എൻട്രിയെ ലെഡ്ജറിലെ റെൻറ്റ് അക്കൗണ്ടിലേക്കും ക്യാഷ് അക്കൗണ്ടിലേക്കും നമ്മൾ പോസ്റ്റ് ചെയ്യണം. റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന ജേണൽ എൻട്രി ഈ കാണുന്ന രീതിയിൽ നമുക്ക് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാം. അക്കൗണ്ടിംഗ് സൈക്കിളിലെ അടുത്ത സ്റ്റെപ്പായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രയൽ ബാലൻസ് എന്നുള്ളതാണ്. ഈ സ്റ്റേജിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ട്രയൽ ബാലൻസിനെ നമുക്ക് അൺഅഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എന്നും വിളിക്കാം. ട്രയൽ ബാലൻസ് എന്നുള്ളത് നാം ചെയ്ത അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക്കൽ അക്യൂറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ബാലൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അൺഅഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളെ ഡെബിറ്റ് കോളത്തിൻ്റെ അണ്ടറിലും അതുപോലെ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളെ ക്രെഡിറ്റ് കോളത്തിൻ്റെ അണ്ടറിലുമായി ലിസ്റ്റ് ചെയ്ത് ഇവിടെ ടോട്ടൽ ടാലി ആവുകയാണെങ്കിൽ
നമുക്ക് നമ്മുടെ അക്കൗണ്ടിംഗ് പ്രോസസ്സിൻ്റെ അരിത്തമാറ്റിക്കൽ അക്യുറസി എൻഷുർ ചെയ്യാം. അക്കൗണ്ടിംഗ് സൈക്കിളിലെ അടുത്ത സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിംഗ് പീരീഡുമായി ബന്ധപ്പെട്ടതും എന്നാൽ നമ്മൾ റെക്കോർഡ് ചെയ്യാത്തതുമായ ഔട്ട്സ്റ്റാൻഡിംഗ് ഓർ അക്രൂവൽ ഇൻകംസ് ആൻഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ പോലുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണമായി ഒരു ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് 31 മാർച്ചിലാണെന്ന് വിചാരിക്കുക. എന്നാൽ മാർച്ച് മാസവുമായി ബന്ധപ്പെട്ട സാലറി പേ ചെയ്യുന്നത് ഏപ്രിൽ 5 വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 5 നടക്കുന്ന പേയ്മെൻറ്റിനെ കൂടി നമ്മൾ മാർച്ചിലെ എക്സ്പെൻസായി കൺസിഡർ ചെയ്യണം. കാരണം മാർച്ച് മാസം സാലറിയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. ഇത് അക്കൗണ്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി നാം അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് പാസ് ചെയ്യണം. ഇവിടെ ഒരു 10,000 രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ ബാക്കിയുള്ളെങ്കിൽ, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 10,000 രൂപയാണ് ബാക്കിയുള്ളതെങ്കിൽ നമുക്ക് ഈ കാണുന്ന രീതിയിൽ അതിൻ്റെ ജേർണൽ എൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാസ് ചെയ്യാം. അക്രൂവൽ, ഔട്ട്സ്റ്റാൻഡിംഗ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡിപ്രീസിയേഷൻ തുടങ്ങിയ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അക്കൗണ്ടിംഗ് സൈക്കിളിലെ അടുത്ത സ്റ്റെപ്പ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എന്നതാണ്. ഈ സ്റ്റേജിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയുടെ പാസ് ചെയ്ത അക്രൂവൽ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് തുടങ്ങിയ അക്കൗണ്ടുകളെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പുതിയൊരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ഇതിനെ നമുക്ക് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എന്ന് വിളിക്കാം. അക്കൗണ്ടിംഗ് സൈക്കിളിലെ അടുത്ത സ്റ്റെപ്പായി നമ്മൾ പരിചയപ്പെടുന്നത് ക്ലോസിംഗ് എൻട്രീസ് എന്നുള്ളതാണ്. ഓരോ അക്കൗണ്ടിംഗ് പീരീഡിലെയും നോമിനൽ അക്കൗണ്ട്സ്, അതായത് ഇൻകം, എക്സ്പെൻസ്, പ്രോഫിറ്റ് ഓർ ലോസ് ഇവയുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ആ അക്കൗണ്ടിംഗ് ഇയറിൽ തന്നെ ആ വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലേക്ക്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്നാൽ മാനുഫാക്ചറിങ്, ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യണം. അതിനായി നമ്മൾ പാസ് ചെയ്യുന്ന ജേർണൽ എൻട്രീസിനെയാണ് ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. ഉദാഹരണമായി ഒരു ട്രേഡിംഗ് കൺസേൺ പരിഗണിക്കുകയാണെങ്കിൽ അവിടെ വേജസ് അക്കൗണ്ട് അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അതിനെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ നോമിനൽ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അതേപോലെ സാലറി എടുക്കുകയാണെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ആ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുന്നു. മറ്റു ക്ലോസിംഗ് എൻട്രീസിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യാം. അക്കൗണ്ടിംഗ് സൈക്കിളിലെ അവസാനത്തെ സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നതാണ്. പ്രധാനമായും ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇങ്ങനെ 4 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നാം പ്രിപ്പയർ ചെയ്യാറ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതോടുകൂടി ആ അക്കൗണ്ടിംഗ് ഇയറിലെ അക്കൗണ്ടിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും തുടർന്ന് അടുത്ത അക്കൗണ്ടിംഗ് പീരീഡിൽ ഇതേ പ്രോസസ്സ് ഇതേ ഓർഡറിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു. അക്കൗണ്ടിംഗ് സൈക്കിൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക.